ഇതെന്റെ ഭാര്യ നവ്യ. ഇത് അനന്തപത്മനാഭൻ. മാമോനെ. ഓ ഓ ഓ ഓ ആ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഇവരെ വേണ്ടാന്ന് വെച്ചത് ആദർശേട്ടൻ? അയാളുടെ കാര്യം ആർക്കറിയാം? നല്ല വെണ്ണം ചമഞ്ഞ് നടന്നിട്ടാ ഇങ്ങനെ ഒരു പണി പറ്റിച്ചത്. അതെ, ആദർശേട്ടന്റെ കല്യാണത്തിന് മുമ്പ് കുട്ടി ചന്തുമോളുമായിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു ചതി പറ്റില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാവേണ്ട അവസ്ഥയിലാ അവള്. ഇങ്ങനെ കിടക്കുന്ന അനക്കയോട് ഇതൊന്നും പറയുന്നത് ശരിയല്ലാന്നറിയാം. എങ്കിലും സ്നേഹിച്ച് വഞ്ചിച്ചാളെ അനക്ക് വെറുതെ വിടാൻ പാടില്ല. ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇത് പറയാറുണ്ട്. ഇനിയിപ്പോ അതിന്റെ കൂടെ നീയും പറയണ്ട. അല്ല, നയനെ പോലൊരു ഭാര്യ ആയതുകൊണ്ടല്ലേ ഇപ്പൊ ആ തറവാട്ടിൽ ഇതിന്റെ പേരിലൊരു സംസാരം ഉണ്ടാവാത്തത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താവുമായിരുന്നു അവസ്ഥ? ഈ സംഭവം ലോകം മുഴുവൻ അറിയത്തില്ലായിരുന്നോ? കേസും കോടതിയും ഒക്കെ ആവത്തില്ലായിരുന്നോ? ചിലപ്പോ ആദർശേട്ടന് ജയിലിലേക്കും പോകേണ്ടി വന്നേനെ. അതുകൊണ്ടല്ലേ കാരണവര് എല്ലാം പെട്ടെന്ന് ഒതുക്കി തീർത്തത്. ഇന്ന് ചന്തുമോളുടെ ബർത്ത്ഡേയാ. എന്റെ കുഞ്ഞിനേക്കാ പ്രാധാന്യം അനക്കയുടെ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും ആ ഫംഗ്ഷന് നിൽക്കുന്നില്ല. ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോവാ. അതിനു മുമ്പ് എനിക്കൊന്ന് കാണണം തോന്നി. ഇങ്ങനൊരാളെ പറ്റി പറഞ്ഞു കേട്ടതല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എനിക്കൊരു സംശയം, അനക്കയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവയുടെ ഏട്ടനായിരിക്കോ? വേറൊന്നും കൊണ്ടല്ല, സ്വന്തം തെറ്റ് മൂടി വെക്കാൻ വേണ്ടി അനക്ക അങ്ങേര് തളർത്തിയതാണെങ്കിലോ? ആ വഴിക്കൊന്നും എന്റെ ചിന്ത പോയിട്ടില്ല നവ്യെ. ഈ ലോകത്ത് ആൾക്കാർ ക്രൂരമായ തെറ്റുകൾ ചെയ്യുന്നത് അവരൊക്കെ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുമ്പോഴാ, അത് പിടിക്കപ്പെടുമ്പോഴാ. ആ സമയത്ത് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി